ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്യുവർ കോറ സിൽക്കിൽ വരുന്ന ഹാൻഡ്ലൂം സാരീസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫങ്ഷൻ വെയർ സാരീസാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. അവർക്ക് കല്യാണം ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, ഒരുപാട് ഫെസ്റ്റിവൽസ് വരുന്നു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഇതിന് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ള മാക്സിമം പീസസ് കാണിക്കുന്നുണ്ട്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ ഈ സാരീസ് വരുമ്പോൾ പേഴ്സണലായിട്ട് അറിയിക്കാൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടണില്ല, വേഗം സോൾഡ് ഔട്ട് ആവണമെന്നാണ് കംപ്ലയിൻറ്റ് പറയുന്നത്. അപ്പോൾ അത്രയും ഡിമാൻഡുള്ളൊരു സാരിയാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് ഇപ്പോൾ കാണുന്നവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇഷ്ടമായിട്ട് കുറേ പേര് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ സാരി ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സെലക്ട് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത നല്ല കംഫർട്ടബിളാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ചൂടെടുക്കില്ല, നല്ലൊരു റിച്ച് ലുക്കാണ്, ഫങ്ഷൻ വെയർ ആയിട്ട് പറ്റിയതാണ്. അതുപോലെ ഗിഫ്റ്റ് ചെയ്യാനും പിന്നെ ഓഫീസിലെ സ്പെഷ്യൽ ഒക്കേഷനിലോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. നല്ലൊരു റേഞ്ചിലുമാണ്. ഇതൊരു ഹാൻഡ്ലൂം സാരിയാണല്ലോ, അപ്പോൾ നല്ല കളർ കോമ്പിനേഷനും അതേപോലെ തന്നെ ഇതിൻ്റെ പാറ്റേണും ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒരു 2300 റേഞ്ചിലാണ് ഈ സാരി വരുന്നത്. പല കളേഴ്സ് വരുന്നുണ്ട്, ചിലത് ഓരോ പീസും, ചിലത് മൾട്ടിപ്പിൾ പീസസും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്പർ 1 ആണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസാണ് സൂപ്പർബായിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു ബ്ലൂ കളറാണ്, ബ്ലൂ ആൻഡ് ഒരു പർപ്പിൾ പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ നമ്പർ കൂട്ടി തന്നെ എടുക്കണം, അപ്പോൾ നമുക്ക് അവൈലബിലിറ്റി പറയാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്പറൊക്കെ നോക്കി വരുമ്പോൾ ടൈം എടുക്കും, ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഇതാ കണ്ടോ, അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കണ്ടോ. ഇതെല്ലാം പ്രിൻ്റല്ല, എല്ലാം ഹാൻഡ്ലൂം വീവിങ്ങിൽ വരുന്ന സാരിയാണ്. നല്ല പ്യുവർ കോറ സിൽക്കിൽ വരുന്ന സാരിയാണ് കേട്ടോ. സാരീസിൻ്റെ പ്രത്യേകത ഇതിന് ബോർഡർ ഇല്ല എന്നുള്ളതാണ്. അതായത് ബോർഡർലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വണ്ണുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ഒരുപോലെ ചേരുന്ന ഒരു സംഭവമാണ്. ഉടുക്കാനും വളരെ കംഫർട്ടബിളാണ് കേട്ടോ. ഇങ്ങനെയാണ്, നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. ആ ഒരു കളർ കോമ്പിനേഷനാണ് സൂപ്പർബായിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു പിങ്കിഷ് ടോണിലാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് ആ ഒരു പല്ലുവിൻ്റെ സെയിം കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു പിങ്കിഷ് കളർ തന്നെയാണ് ബ്ലൗസായിട്ട് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരിക, ബോർഡർലെസ് ആണ്. പിന്നെ നിങ്ങൾക്ക് സ്ലീവ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വെയർ ചെയ്യണമെങ്കിൽ ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആ ഒരു കളർ ബ്ലൗസ്, ഡിസൈനർ ബ്ലൗസ് ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 2300 ആണ്, 2300 ആണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇത് എന്നും നമുക്ക് എൻക്വയറി വരുന്നൊരു സാരിയാണ്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു സാരിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളർ കാണാം കേട്ടോ. അടുത്ത സാരി നമ്പർ 2 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബൂട്ടാസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാം വീവിങ്ങിലാണ് കേട്ടോ വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സട്ടിലായിട്ടുള്ള വർക്കാണ്. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത്. അതിനെന്താ ഇതേപോലത്തെ ബ്ലൂ ആണ് കേട്ടോ ഇതിൻ്റെ പല്ലു വന്നിട്ടുള്ളത്. അതിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. വീവിങ് ആണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ആ ഒരു പല്ലുവിൻ്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ ചിലപ്പോൾ വീഡിയോയിൽ ഏത് കളറാണ് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും. ബ്ലൂ ഒക്കെ വീഡിയോയിൽ വരുമ്പോൾ ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ലൊരു ബ്ലൂ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ, കോമൺ ആയിട്ടുള്ളതല്ല. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തേക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് സെയിം ആണ്. ബ്ലൗസ് ആ പല്ലുവിൻ്റെ സെയിം കളർ പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഈ സാരീസ് നമ്മൾ ഒരുപാട് വട്ടം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ ഇതിനധികം പറയാനൊന്നുമില്ല. ഒരു എലഗൻ ലുക്കുള്ള സാരിയാണ്. 1 ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ വരിക കേട്ടോ. കണ്ടോ, ഇങ്ങനെ വരും സാരി. റേറ്റ് വരുന്നത് 2300 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. സാരിക്കൊക്കെ ഇതേപോലെ നല്ല ഭംഗിയുള്ള ടാസൽസ് വരുന്നുണ്ട് കേട്ടോ. നല്ല ഹാൻഡ്ലൂം വീവിങ്ങിൽ വരുന്ന സാരിയാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം.
അടുത്തത് സാരി നമ്പർ 3 ആണ്. നല്ലൊരു റയർ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. കണ്ടോ, കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമല്ല. അതിൻ്റെ ഒരു കണ്ടോ, ആ ഒരു വീവിങ് മോട്ടീഫ് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. ഈ കളർ എന്താ പറയാമെന്ന് എനിക്കറിയില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. അതിനിതാ ഇതേപോലൊരു ഗ്രീനിഷ് കളറാണ് കേട്ടോ പല്ലു വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. ഇനി ഞാനത് ഫുൾ ഓപ്പൺ ചെയ്യണില്ല, അതിൻ്റെ ഒരു ഫോൾഡിങ് പോവാതിരിക്കാനാണ്. അപ്പം നേരത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വേറെ ഒന്നും ഇതിലില്ല കേട്ടോ. ഇതേപോലെ ഫുൾ ബോഡി ഇതേപോലത്തെ കണ്ടോ ഒരു പേഴ്സ്ലി ഡിസൈനിൽ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പല്ലു വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള പല്ലു വിത്ത് ടാസിലാണ്. ബ്ലൗസ് വരുന്നത് ആ പല്ലുവിൻ്റെ ഒരു സെയിം കളറിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിനും ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. യങ്സ്റ്റേഴ്സിനോ ഏജ് ആയവർക്കോ ആർക്ക് വേണമെങ്കിലും വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 2300 ആണ്, 2300 ആണ്. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഇതൊരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡായിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരു റോസ് പിങ്ക് മിക്സ് ആയിട്ടാണ്, ഒരു റോസ് മിൽക്ക് ആ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ വീവിങ് പാറ്റേൺ, ഇതേപോലെ വരുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാതും. ബ്ലൂ ആയിട്ടാണ് കോമ്പിനേഷൻ വരുന്നത്. പല്ലു കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു, വലിയ ഒരു വീവിങ് പാറ്റേണിലാണ് വിത്ത് ടാസിൽസ് ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് സെയിം ആ ഒരു കളറ്, പല്ലുവിൻ്റെ ആ ഒരു കളർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ, നല്ല കളറല്ലേ. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയാണ്. നുറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. വൺ ലെയറിലിട്ടാലും സൂപ്പറായിരിക്കും. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഫങ്ഷൻ വെയർ ആണ് കേട്ടോ. വെഡ്ഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴോ റിസപ്ഷൻ വെയർ ആയിട്ടോ സ്പെഷ്യൽ ഒക്കേഷനോ ഓഫീസിലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. റേറ്റ് വരുന്നത് 2300, 2300 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതിൻ്റെയൊക്കെ ഒരു കളറ് പറയാമെന്ന് പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. ഇതൊരു ഡബിൾ ഷെയ്ഡായിട്ട് മിക്ക സാരീസിലും അങ്ങനെ ഒരു 2 കളറ് ത്രെഡൊക്കെ വരുന്നതുകൊണ്ട് ഒരു ഡബിൾ ഷെയ്ഡ് എഫക്റ്റ് ചിലപ്പോൾ തോന്നിക്കാം. ഇതൊരു പിങ്കിൻ്റെയും റെഡിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് പോലെ തോന്നുന്നത്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു ഡിസൈൻ നോക്കൂ കണ്ടോ, ഇതേപോലെ. ഇതിൽ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല, ഒരു ഡിസൈൻ പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അതിൻ്റെ കളർ കോമ്പിനേഷൻ ആ ഒരു ഗ്രീൻ കളറാണ്, ഒരു സ്പെഷ്യൽ ഗ്രീനാണ് കേട്ടോ അത്. അതിൻ്റെ ബ്ലൗസും ആ ഒരു സെയിം കളറിലാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു പേഴ്സ്ലി ഡിസൈനാണ് വന്നിട്ടുള്ളത് വീവിങ്ങിൽ. ഭയങ്കര സിമ്പിളാണ്, അതേസമയം എല്ലക്കൽ ലുക്കുള്ള സാരീസാണ്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് സ്ലീവ്സിൽ വേണമെങ്കിൽ വർക്ക് ചെയ്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു സെയിം കളർ ഡിസൈനർ ബ്ലൗസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ കളർ ബ്ലൗസ് ഇഷ്ടമില്ലെങ്കിൽ ഈ ബോഡി കളർ ബ്ലൗസ് നമ്മൾ സെമി സിൽക്കിലും കോട്ടൺ സിൽക്കിലൊക്കെ ബ്ലൗസ് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നമ്മൾക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 2300 ആണ്, നമ്പർ 5 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 6 ആണ്. ഇതൊരു നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ആ ഒരു കളറാണ്. ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഓരോ കളറിനനുസരിച്ച് ആ ഒരു വീവിങ്ങിൻ്റെ കളറിലും ഡിഫറൻസ് ഉണ്ട്. പല്ലു കണ്ടോ, നല്ലൊരു റെഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ തന്നെ ആ ഒരു സെയിം കളറാണ് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഏത് കളറാണെങ്കിലും സൂപ്പറാണ് കണ്ടോ. ഇത് ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. പല്ലു ഇങ്ങനെ, ബ്ലൗസ് ആ ഒരു സെയിം കളർ തന്നെയാണ് വരുന്നത്. റേറ്റ് വരുന്നത് 2300 ആണ് കേട്ടോ. അടുത്തത് നമ്പർ 7 ആണ്. ഇതേപോലെ വരുന്നത്. ഇതൊരു യെല്ലോ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഒരുപാട് ബ്രൈറ്റ് അല്ല, ഒരു നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയിഷ് കളറാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഗ്രീനും ഒരു സ്പെഷ്യൽ ഗ്രീനാണ് കേട്ടോ.
ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു സീ ഗ്രീൻ അങ്ങനത്തെ പോലത്തെ കളറാണ് വരുന്നത്. ബ്ലൗസും ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ അല്ല. ഈ യെല്ലോ ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്പർ 7 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണെങ്കിലും അതോ പേളോ സ്റ്റോണോ എന്താണെങ്കിലും നന്നായിട്ട് ചേർന്ന് പോകും കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെ, ബ്ലൗസ് ആ ഒരു സെയിം കളറാണ് വരുന്നത് കേട്ടോ. റേറ്റ് 2300 ആണ്. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതേപോലെ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വിത്ത് ബ്ലൂ ആണ് കേട്ടോ കോമ്പിനേഷൻ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഏത് കളറാണെങ്കിലും എല്ലാവർക്കും ചേർന്ന് പോകുന്ന കളേഴ്സാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു മോട്ടീഫ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് ബോർഡർലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻസൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. പല്ലു ഇതേപോലെ, ബ്ലൗസ് സെയിം കളർ പ്ലെയിൻ ബ്ലൗസാണ്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2300 ആണ്. അടുത്തത് സാരി നമ്പർ 9 ആണ്. ഇത് ഇത്തിരി ഒരു ഡസ്റ്റി ഒരു പർപ്പിൾ ഷെയ്ഡ് പോലത്തെയാണ് കേട്ടോ. ഒരുപാട് ബ്രൈറ്റ്നെസ് വേണ്ട എന്നുള്ളവർക്ക് പറ്റിയൊരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു കളർ തന്നെയാണ് കേട്ടോ. ഇതേപോലെ പല്ലു വരുന്നത് ഒരു ബ്ലൂ കോമ്പിനേഷനാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ വരും സാരി. പല്ലു ഇങ്ങനെ വരും. ബ്ലൗസ് ആ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വരിക കേട്ടോ. ഇവിടെ കണ്ടോ, അതേപോലെ വരിക. ഇതാ കണ്ടോ, ഇതേപോലെ വരിക. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ വീവിങ് ആണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോട്ടീവ്സ് ആണ്. റേറ്റ് വരുന്നത് 2300 ആണ്. 2300 ആണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 10 ആണ്. ഇത് ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഒരു ഗ്രീൻ കോമ്പിനേഷനാണ് വരുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഒരു സീ ഗ്രീൻ പോലത്തെ കളറാണ്. ഇത് നല്ല ഡാർക്ക് കരിമ്പച്ച എന്ന് പറയില്ലേ, ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഡാർക്ക് ഗ്രീനാണ്. അതുമത്തെ വർക്ക് വരുന്നത് ഇതേപോലെയാണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് കേട്ടോ. കണ്ടോ, ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ബ്യൂട്ടിഫുൾ സാരി. നമ്പർ വരുന്നത് നമ്പർ 10 ആണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ എടുക്കണേ. റേറ്റ് വരുന്നത് 2300 ആണ്. ഇനി അടുത്ത സാരി നമ്പർ 11 ആണ്. ഇതും ഭയങ്കര സോഫ്റ്റ് സട്ടിലായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പല്ലു നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഈ കളറിന് എന്താ പറയാമെന്നറിയില്ല കേട്ടോ. ഇതാ കണ്ടോ, ഒരു പ്രത്യേക കളറാണ്. ഇംഗ്ലീഷ് കളറിലൊക്കെ വരുന്ന കളറിൻ്റെ ഒരു ഡാർക്ക് കളറായിട്ടാണ് വരുന്നത്. പിന്നെ ചില സാരീസിൽ ഇങ്ങനെ കണ്ടോ ഒരു കളർ സ്മഡ്ജസ് കാണും. അതൊരു വീവിങ്ങിൻ്റെ ഒരു പാറ്റേണിൽ വരുന്നതാണ് കേട്ടോ. അല്ലാതെ അത് ഡാമേജ് ഒന്നുമല്ല. അത് വളരെ നോർമലായിട്ടാണ് ഇങ്ങനത്തെ സാരീസിൽ വരിക കേട്ടോ. ഇതാ കണ്ടോ, അതെല്ലാ സാരിക്കും ഇല്ല, പക്ഷേ ചില സാരീസിന് ഉണ്ടാവും. ഇങ്ങനെയാണ് സാരി വരിക. നല്ലൊരു പേഴ്സ്ലി ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. വളരെ റെയർ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ. ആ ഒരു യെല്ലോ പല്ലു, യെല്ലോ ബ്ലൗസും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ബ്ലൗസൊക്കെ നല്ല എലഗൻ്റായിട്ട് സ്റ്റിച്ച്, എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു കുഞ്ഞ് പഫൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അത് വണ്ണുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല, നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഒരു അടിപൊളി ഫങ്ഷൻ വെയർ സാരിയാണ്. റേറ്റ് വരുന്നത് 2300 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 12 ആണ്. ഇതും നല്ലൊരു സട്ടിലായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ബ്രൈറ്റ് ഇഷ്ടമില്ലാത്തവരുണ്ട്, ഡാർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു നല്ല ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു കളേഴ്സാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അതിലിതാ വീവിങ് പാറ്റേൺ ഇതേപോലെ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് യങ്സ്റ്റേഴ്സും ഏജ് ആയവരൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കേട്ടോ. അതേപോലെ തന്നെ ബ്രൈറ്റ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്, ഡാർക്ക് കളേഴ്സ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരുടെ ടേസ്റ്റിനുള്ളതും നമ്മൾ മാക്സിമം എത്തിക്കാൻ നോക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് സൂട്ടായത് പെട്ടെന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ വരുന്നത്. ഇതും ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു വീവിങ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. പല്ലു വരുന്നത് ആ ഒരു ഗ്രീനിഷ് കളറാണ് കേട്ടോ. ഈ ഗ്രീൻ ഒരു സ്പെഷ്യൽ ഗ്രീനാണ്. നമ്മുടെ സീ ഗ്രീൻ ആ ഒരു ടൈപ്പിൽ വരുന്ന ഗ്രീനാണ് കേട്ടോ. ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഗ്രീൻ ബ്ലൂ ഒക്കെ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇത്തിരി ഒരു ഡിഫറെൻറ്റ് കളറായിരിക്കും.
അത് നമ്മുടെ ആരുടെയും പ്രോബ്ലം അല്ല, അത് അങ്ങനെയാണ് വരിക കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 2300 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 13 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ഗ്രേൻ്റെ നല്ല ബ്യൂട്ടിഫുൾ കളർ. അതിന് ഇത് റെഡിഷ് കളറാണ് അതിൻ്റെ പല്ലു വന്നിട്ടുള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷനാണ് അല്ലേ. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഭയങ്കര ക്ലാസ് ലുക്കായിരിക്കും. അതിൻ്റെ ഒരു വീവിങ് പാറ്റേൺ സൂപ്പർബാണ്. പല്ലു ഇതേപോലെ നല്ല ഭംഗിയുള്ള പല്ലു. എല്ലാം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള പല്ലൂസാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് ആ പല്ലുവിൻ്റെ കളർ തന്നെ ഒരു റെഡിഷ് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രേ ആൻഡ് റെഡ് നല്ല കോമ്പിനേഷനാണ് അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ആ ഒരു ബ്ലൗസും കൂടെ വരുമ്പോൾ സൂപ്പർബായിരിക്കും. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. എല്ലാ സാരിയും ഒന്നിനൊന്നിന് ഭംഗിയാണ് കളറാണെങ്കിലും കേട്ടോ. റേറ്റ് വരുന്നത് 2300 ആണ് കേട്ടോ, 2300. ഇനി അടുത്ത കളർ കാണാം. അടുത്തത് സാരി നമ്പർ 14 ആണ്. നല്ല ഭംഗിയുള്ള ഒരു വയലറ്റിൻ്റെ ഒരു സൂപ്പർ കളറാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കളറാണ്. ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു വീവിങ് പാറ്റേൺ വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പല്ലു ഇത്തിരി സോഫ്റ്റ് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ്. ഇതിന് ഇങ്ങനെ ഒരു കളർ സ്മഡ്ജ് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ് വരുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. സ്ലീവ്സിൽ ചെറിയൊരു വർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണേ. ഇങ്ങനെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ഈ പല്ലുവിൽ ഈ ഒരു കളർ സ്മഡ്ജ് പോലത്തെ അങ്ങനെ വരുന്നതാണ് കേട്ടോ. കണ്ടോ, അത് ഈ ഒരു 2 കളർ കോമ്പിനേഷനിൽ മിക്കപ്പോഴും എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ഉടുക്കുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. അതങ്ങനെ തന്നെ നോർമലായിട്ട് വരുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2300 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 15 ആണ്. ഇപ്രാവശ്യം ഇത്തിരി ഒരു വെറൈറ്റി കളർ കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് എൻക്വയറിയാണ് കേട്ടോ. നമുക്കിത് വീവ് ചെയ്ത് വരാനെടുക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റ് ആവുന്നത് എപ്പോഴും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നോന്ന് ചോദിച്ചിട്ട് എന്നും എൻക്വയറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ഇതൊരു എന്താ കളറ് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു ലൈറ്റ് ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അതിനിതാ ഒരു റെഡ് കളറ് പല്ലുവാണ്. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു റയർ ഷെയ്ഡാണ്. എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ അല്ല കേട്ടോ. പല്ലു ഇങ്ങനെ വരുന്നു. ബ്ലൗസ് സെയിം ഒരു പല്ലുവിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ ആ ബ്ലൗസും കൂടെ ഈ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സാരിയും കൂടെ എടുത്ത് വരുമ്പോൾ ഉള്ളത് അതൊന്നും നമ്മൾ ഭാവനയിൽ ആലോചിച്ച് നോക്കിയ ഒരു ഐഡിയ കിട്ടും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2300 ആണ് കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് വേണ്ട, ഇത്തിരി ഒന്ന് റയർ ആയിട്ടുള്ളത് മതി എന്നുള്ളവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. റേറ്റ് വരുന്നത് 2300 ആണ്. അടുത്തത് സാരി നമ്പർ 16 ആണ്. ഒരു വയലറ്റ് ആൻഡ് യെല്ലോൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. അത് കണ്ടോ, ഇതേപോലെ വരുന്നത്. നല്ല കൂടിയ കാഞ്ചീപുരം സാരികളിലൊക്കെ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനും ഇതേപോലത്തെ പാറ്റേൺ വീവിങ്ങും ഒക്കെയാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. ഇതേപോലെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അതങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇങ്ങനെയാണ് വരുന്നത്. നല്ല പല്ലു, ബ്ലൗസ് വരുന്നത് ആ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീവിങ് പാറ്റേൺ ആണ് കേട്ടോ വരുന്നത്. റേറ്റ് വരുന്നത് 2300, 2300 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 17 ആണ്. ഇതൊരു മജൻഡ പിങ്ക് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ബോഡി കളർ വരുന്നത്. നല്ല ഭംഗിയുള്ള വീവിങ് പാറ്റേൺ ആണ് കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. പല്ലു വരുന്നത് ഒരു ബ്ലൂ കളറാണ്. ആ കളർ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല കളറല്ലേ പല്ലു. ഇതേപോലെ ബ്ലൂ ആണ്.
ബ്ലൗസും സെയിം ബ്ലൂ ആണ് കേട്ടോ, ഡിഫറെൻറ്റ് ബ്ലൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലാസ്റ്റ് സാരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരു 17 കളർ കോമ്പിനേഷനിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ സാരീനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.